വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാന്റെ ദൂതന്മാർ പോയപ്പോൾ യേശു അവനെപ്പറ്റി ജനക്കൂട്ടത്തോട് പറയുവാൻ തുടങ്ങി. നിങ്ങൾ എന്ത് കാണുവാനാണ് മരുഭൂമിയിലേക്ക് പോയത്? കാറ്റത്തുലയുന്ന ഞാങ്ങണയോ? അല്ലെങ്കിൽ പിന്നെ എന്ത് കാണുവാനാണ് നിങ്ങൾ പോയത്? മൃദുല വസ്ത്രങ്ങൾ ധരിച്ചവനെയോ? മോടിയായി വസ്ത്രം ധരിച്ച ആഡംബരത്തിൽ ജീവിക്കുന്നവർ രാജകൊട്ടാരങ്ങളിലാണല്ലോ. അതുമല്ലെങ്കിൽ എന്ത് കാണുവാനാണ് നിങ്ങൾ പോയത്? പ്രവാചകനെയോ? അതേ, ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രവാചകനേക്കാൾ വലിയവനെ തന്നെ. ഇവനെ പറ്റിയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഇതാ, നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു. അവൻ മുമ്പേ പോയി നിനക്ക് വഴിയൊരുക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. എങ്കിലും ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. ഇത് കേട്ട് യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ച സാമാന്യ ജനവും ചുങ്കക്കാരും ദൈവനീതിയെ പ്രഘോഷിച്ചു. വിശുദ്ധ യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ള യേശുവിന്റെ സാക്ഷ്യപ്പെടുത്തലാണ് നാം ശ്രവിച്ചത്. യേശുവിനെ വഴിയൊരുക്കുവാനായി പിതാവ് നിയോഗിച്ചയച്ച തന്റെ ദൂതനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. തിന്മയിൽ നിന്ന് മനുഷ്യഹൃദയങ്ങളെ മോചിപ്പിച്ച് ദൈവരാജ്യത്തിലെ അംഗങ്ങളാക്കുവാൻ ദൈവം അയച്ച പ്രവാചകൻ. പാപമോചനത്തിനുള്ള മാനസാന്തരത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെയും ജോർദാന്റെ സമീപ പ്രദേശങ്ങളിലൂടെയും ജ്വലിക്കുന്ന തീപ്പന്തമായി ചുറ്റി നടന്ന യോഹന്നാന്റെ തീഷ്ണതയുടെ തീവ്രത യേശു മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. കാലാതികാലം മുതൽ ലോകാവസാനം വരെയും സർവ്വതിനെയും തിരിച്ചറിയുന്ന ദൈവം യേശുനാഥൻ യോഹന്നാന്റെ പ്രവർത്തനങ്ങളുടെയും ജനത്തിന്റെ പ്രതികരണങ്ങളെയും തിരിച്ചറിഞ്ഞു. യോഹന്നാന്റെ ഭാഷയും വേഷവും ജനങ്ങളുടെ മനസ്സിനെ ഇളക്കിമറിച്ചു. അദ്ദേഹം ആരെന്ന് ജനം തിരിച്ചറിഞ്ഞു. യോഹന്നാന്റെ ഔന്നത്യവും ശ്രേഷ്ഠതയും മഹത്വവും ജനം തിരിച്ചറിയണം. അതിന് തന്റെ സാക്ഷ്യപ്പെടുത്തലിലൂടെ അവിടുന്ന് പരിശ്രമിക്കുകയാണ്. പ്രവാചകനേക്കാൾ വലിയ പ്രവാചകനായി ദൈവം അംഗീകരിച്ച് മുദ്രവെക്കുന്നു. അവിടുന്ന് കൂട്ടിച്ചേർക്കുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. ഔന്നത്യത്തിൽ ഒന്നാമൻ, മഹത്വത്തിൽ അതിശ്രേഷ്ഠൻ, പ്രവർത്തനത്തിൽ ദൈവത്താൽ സംപ്രീതൻ. ഈ സ്വീകാര്യത ദൈവം നൽകുന്നത് വഴി അവിടുന്ന് നമ്മോട് പറയുന്നു: നിങ്ങളുടെ ജീവിതം എൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് മതിയാകാതെ വരുമ്പോൾ, ചെറിയ ചെറിയ തിന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ അന്ധകാരമാകുമ്പോൾ, ദൈവരാജ്യത്തിലെ അംഗത്വം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായി തോന്നുമ്പോൾ, ഞാൻ പ്രവാചകന്മാരെ അയക്കും. അവർ നിങ്ങളോട് പ്രസംഗിക്കും. നിങ്ങൾ വഴിമാറി നടക്കുവാനും മാനസാന്തരത്തിന്റെ ജീവിതം നയിക്കുവാനും ഒക്കെ ആവശ്യപ്പെടും. ഏറ്റവും പ്രധാനം അവിടുത്തെ നിയോഗിക്കുന്ന പ്രവാചകരെ തിരിച്ചറിയുക എന്നത് തന്നെയാണ്. നിങ്ങൾക്കിഷ്ടമില്ലാത്തവ പറയുന്നവരെ കല്ലെറിയരുത്. നിങ്ങൾക്കിഷ്ടപ്പെടുന്നവ ആയിരിക്കില്ല എൻ്റെ ഇഷ്ടം. ഞാനാണ് അവരെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നത്. എൻ്റെ ദൂതന്മാരാണ് അവർ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനാണ് യോഹന്നാൻ. എങ്കിൽ ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവനാണ് എന്ന് നിങ്ങൾ അറിയുക. ദൈവരാജ്യത്തിലെ ഏറ്റവും വലിയവരാകുവാനാണ് നിങ്ങൾക്കുള്ള വിളി എന്നും മനസ്സിലാക്കുക. ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു. ലോകത്തിലെ സ്ത്രീകളിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യം സിദ്ധിച്ച ഞങ്ങൾക്ക് ദൈവരാജ്യം നഷ്ടമാക്കരുതേ. ഞങ്ങൾ ഓരോ ദിവസവും ദൈവവചനങ്ങളും അങ്ങയുടെ പ്രബോധനങ്ങൾ, ദൂതന്മാരുടെ, ഞങ്ങളുടെ അധികാരികളുടെ ആഹ്വാനങ്ങൾ സശ്രദ്ധം ശ്രവിക്കുകയും മനസ്സാന്തരപ്പെടുകയും ചെയ്തുകൊള്ളാം. ആമീൻ.